ഹലോ ബ്യൂട്ടിഫുൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെ യൂട്യൂബ് സെർച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഗ്ലാമിംഗ് ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു പാക്ക് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അരി ഞാൻ കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറത്തോളം ഞാനത് കുതിർത്ത് വെച്ചതുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ആ അരി ഒന്ന് അരച്ചെടുത്തു. ഇത്തിരി വെള്ളം കൂടിപ്പോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷേ അത്രയ്ക്ക് വെള്ളം ആക്കാതെ വേണം നിങ്ങൾ അരച്ചെടുക്കാൻ. ഇനി അടുത്തെന്ന് പറയുമ്പോൾ നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ. നെല്ലിക്കപ്പൊടി 1 സ്പൂൺ അല്ല 2 സ്പൂൺ ഇട്ടോ കേട്ടോ. ഞാൻ 1 സ്പൂൺ ഇട്ടത് മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ശുദ്ധമായ തേൻ എന്നാണ് അവർ പറയുന്നത്. അപ്പം ശുദ്ധമായ തേൻ ഇല്ലാന്നുണ്ടെങ്കിൽ തക്കാളിക്കയുടെ നീരോ പൊട്ടറ്റയുടെ നീരോ ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. ശുദ്ധമായ തേൻ എന്ന് പറയുമ്പോൾ ചെറുതേനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അന്യായ വില കൊടുത്ത് തന്നെ ശുദ്ധമായ ഒരു ചെറുതേൻ വാങ്ങിച്ചു. ആ ചെറുതേനും കൂടെ മിക്സ് ചെയ്ത് ചില ഫേസിൽ നമുക്ക് തേച്ചാൽ അതുപോലെ ഇരിക്കണം, കാരണം ഒഴുകി പോകാൻ അങ്ങനെ പാടില്ല. അതുകൊണ്ട് ഇച്ചിരി കട്ടിക്ക് എടുത്തോളൂ കേട്ടോ. ഇത് നന്നായിട്ട് ഞാൻ ഫേസിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പരീക്ഷണാർത്ഥമാണ് ചെയ്യുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസ് ഒരു നോർമൽ സ്കിൻ ആയതുകൊണ്ട് എന്തോ അപ്ലൈ ചെയ്താലും നമുക്ക് തൽക്കാലത്തിന് കുഴപ്പമില്ല. ഏകദേശം ഞാൻ കുറച്ച് നേരത്തിന് ഉപയോഗിച്ചു. 10 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകി കളയാം. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ചുണ്ടൊക്കെ ഇത് ഡ്രൈ ആയിട്ട് വന്നുകൊണ്ട് ഞാൻ ലിപ് ബാം ഉപയോഗിച്ചിട്ടാ. ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ അല്പം ഡപ്പയിലാക്കി വെക്കാം. നമുക്ക് ഉപയോഗിച്ച് പിന്നെ നമുക്ക് ഉപയോഗിക്കണം തോന്നിക്കഴിഞ്ഞാൽ അതുപോലെ ചെറിയ ഡപ്പയിലാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് ശേഷം എൻ്റെ ഫേസ് നന്നായി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം നനയ്ക്കുകയാണ്. അത് സാധാ നോർമൽ വാട്ടർ സ്പ്രേ പോലെ അടിച്ച് നമുക്കൊന്ന് ഫേസ് ഒന്ന് വെറ്റാക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തെടുക്കുക. എനിക്ക് ആദ്യമൊന്നും വലിയ ഇതൊന്നും തോന്നിയില്ല കേട്ടോ. എൻ്റെ ഫേസിൽ കുരുക്കളൊക്കെ ഉണ്ട്. നെല്ലിക്കപ്പൊടി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫേസിന് പ്രോബ്ലം ഇല്ലാത്തല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തേച്ചത്. അപ്പോൾ സംഗതി നോക്കിപ്പോഴുള്ളത് നല്ലൊരു സോഫ്റ്റ്നെസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫേസ് ഒക്കെ ഒന്ന് കഴുകി വരാമെന്ന് വിചാരിച്ച് ഞാൻ ഫേസ് ഒക്കെ ഒന്ന് കഴുകി വന്നു. അപ്പോൾ നല്ല കിഡു സോഫ്റ്റ് ബ്രൈറ്റ്നെസ് കൂടിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫേസ് തുടച്ചിട്ട് വീണ്ടും എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയിട്ട് അടിപൊളി സാധനം. ട്രൈ ചെയ്ത് നോക്കാം. ബൈ ബൈ, താങ്ക് യു.